നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. ഭക്തിക്ക് പല തലങ്ങളുണ്ടെന്ന് ഭക്തിശാസ്ത്രങ്ങൾ പറയുന്നു. അപരാഭക്തി, പരാഭക്തി എന്നിങ്ങനെ 2 വിഭാഗങ്ങളായി നാരദൻ തുടങ്ങിയ മഹർഷിമാർ ഭക്തിയെ വേർതിരിക്കുന്നു. അപരാഭക്തിയിൽ സാധനയുടെ വിവിധ പടികൾ കാണാൻ സാധിക്കും. ബാഹ്യമായും മാനസികമായുമുള്ള സാധനകൾ ഇതിൽപ്പെടും. ഭക്തിമാർഗം പിന്തുടരുന്ന ഈശ്വരാന്വേഷി വിവിധ ഭക്തി സാധനകൾ ചെയ്യുന്നു. ഇതിൽ അനുഷ്ഠാനങ്ങളും മാനസിക ഭാവങ്ങളും ഉൾപ്പെടും. ഇങ്ങനെയുള്ള ശാരീരിക, വാചിക, മാനസിക സാധനയിലൂടെ അഭ്യസിക്കപ്പെടുന്ന ഭക്തി സാധനകൾ സാധകനെ ഭക്തിയുടെ പരമോന്നത അവസ്ഥയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥ പരാഭക്തി എന്നറിയപ്പെടുന്നു. ഇവിടെ ഭക്തിയും അദ്വൈത ജ്ഞാനവും ഒന്നായി തീരുന്നു. ജ്ഞാനമയമായ ഇത്തരം ഭക്തിയെയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെ പോലുള്ള ഭക്തന്മാർ അവരുടെ കൃതികളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് ഗുരു ഉപദേശം കേൾക്കാം. നിരന്തരമായ ശ്രമമുണ്ടെങ്കിൽ ഏത് ജോലി ചെയ്യുമ്പോഴും മനസ്സിൽ മന്ത്രം ജപിക്കാൻ സാധിക്കും. ഈശ്വര സ്മരണയോടുകൂടിയ കർമ്മം മാത്രമേ കർമ്മയോഗമാകുന്നുള്ളൂ. ഭഗവാനു വേണ്ടി എന്ന് ഭാവിച്ചു ചെയ്യുന്ന കർമ്മം നമ്മെ ബന്ധിക്കുകയില്ല. മാതാ അമൃതാനന്ദമയി ദേവി. ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. ബുദ്ധി സ്ഥിരാ ഭവിതുമീശ്വര പാദപത്മസക്ത വധുർവിരഹിണീവ സദാ സ്മരന്തി സദ്ഭാവനാ സ്മരണ ദർശന കീർത്തനാദി സമ്മോഹിതേവ ശിവമന്ത്ര ജപേന വിന്ദേ. ബുദ്ധി സ്ഥിരാ ഭവിതുമീശ്വര പാദപത്മസക്ത വധുർവിരഹിണീവ സദാ സ്മരന്തി സദ്ഭാവനാ സ്മരണ ദർശന കീർത്തനാദി സമ്മോഹിതേവ ശിവമന്ത്ര ജപേന വിന്ദേ. സന്ധ്യാദീപം. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ഭഗവത് പാദ പദ്മത്തിൽ ആസക്തമാണ് ബുദ്ധി. ആ ബുദ്ധിയാകട്ടെ വിരഹിണിയായ വധുവിനെ പോലെ ഈശ്വരനെ സദാ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. നിരന്തരമായ ശിവമന്ത്ര ജപം കൊണ്ട് ഭഗവാന്റെ ദർശനവും സദ്ഭാവനയും ലഭിക്കുന്നു എന്ന് വിവരിക്കുന്ന ശിവാനന്ദലഹരിയിലെ 77-ാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം.
ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കര സ്തോത്രകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 76-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അവിടെ മഹേശപാദമാകുന്ന ആകാശത്തിൽ മേഘമാല പോലെ വർത്തിക്കുന്നവളായ ഭക്തി ആനന്ദവർഷത്തെ ചെയ്യുന്നു. ആ സമയത്ത് ആരുടെ മനസ്സാകുന്ന തടാകമാണോ ഭഗവത് ഭക്തിയുടെ ആനന്ദവർഷം കൊണ്ട് നിറയുന്നത്, അയാളുടെ ജന്മമാകുന്ന സസ്യം, ജീവിതമാകുന്ന സസ്യം സഫലമായി തീരുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് ബുദ്ധിസ്ഥിരാ ഭവിതുമീശ്വരപാദപത്മസക്താ വധുർവിരഹിണീവ സദാ സ്മരന്തി സദ്ഭാവനാ സ്മരണദർശനകീർത്തനാദി സമോഹിതേവ ശിവമന്ത്രജപേന വിന്ദേ. ബുദ്ധിസ്ഥിരാ ഭവിതുമീശ്വരപാദപത്മസക്താ വധുർവിരഹിണീവ സദാ സ്മരന്തി സദ്ഭാവനാ സ്മരണദർശനകീർത്തനാദി സമോഹിതേവ ശിവമന്ത്രജപേന വിന്ദേ. ബുദ്ധി, അവിടെ ബുദ്ധി എന്നുള്ളതിന് എൻ്റെ ബുദ്ധി എന്നർത്ഥം മനസ്സിലാക്കാം. സ്വന്തം ബുദ്ധിയെക്കുറിച്ച് പറയുകയാണ്. തൻ്റെ ബുദ്ധി എങ്ങനെയുള്ളതാണ്? ഈശ്വരപാദപത്മസക്ത, ഈശ്വരൻ്റെ ഭഗവാന്റെ പാദപത്മങ്ങളിൽ ആസക്തിയോട് കൂടിയവളാണ് എൻ്റെ ബുദ്ധി. ബുദ്ധി സ്ത്രീലിംഗം. ഈശ്വരപാദപത്മത്തിൽ ആസക്തയായിരിക്കുന്നതായ എൻ്റെ ബുദ്ധി ഏതുപോലെ ആയിരിക്കുന്നു? വിരഹിണീ ഇവ, വിരഹിണീ വധു ഇവ, വിരഹിണിയായ വധുവെ പോലെ ആയിരിക്കുന്നു. വിരഹിണിയായ വധു എന്ന് പറയുമ്പോൾ തൻ്റെ പതിയെ പിരിഞ്ഞിരിക്കുന്ന വധു. വധു പതിയെ പിരിഞ്ഞിരിക്കുമ്പോൾ സദാ മനസ്സിൽ പതിയെക്കുറിച്ചുള്ള ചിന്തകളാണ്, വിരഹ ദുഃഖമാണ്. എങ്ങനെയെങ്കിലും പതിയെ പുനഃ പ്രാപിക്കണമെന്നുള്ള ഇച്ഛയാണ്. അതുകൊണ്ട് തന്നെ സമ്മോഹിതയാണ്. അപ്പോൾ വിരഹിണിയായ വധുവെപ്പോലെ സമ്മോഹിതയാണ്. സമ്മോഹിത എന്ന് പറയാൻ വയ്യ, അതുകൊണ്ട് സമ്മോഹിത ഇവ, സമ്മോഹിതയെ പോലെയാണ് എൻ്റെ ബുദ്ധി. എന്നിട്ട് സദാ സ്മരന്തി, സദാ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുന്നവളാണ്. എപ്പോഴും പതിയെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന വധുവെപ്പോലെ, വിരഹിണിയായ വധുവെപ്പോലെ എൻ്റെ ബുദ്ധി സദാ ഭഗവത്പാദത്തെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? സ്ഥിരാഭവിതും, സ്ഥിരയായി തീരുന്നതിന്, സ്ഥിരീഭൂതയാകുന്നതിന്, ഉറയ്ക്കുന്നതിന്, ചഞ്ചലഭാവത്തെ മുഴുവൻ ജയിച്ച് അവിചലമായിരിക്കുന്ന അവസ്ഥയെ നേടുന്നതിന് വേണ്ടി സദാ സ്മരിക്കുകയാണ്. അങ്ങനെയുള്ളതായ ബുദ്ധി സദ്ഭാവനാ സ്മരണദർശന കീർത്തനാദി ശിവമന്ത്രജപേന വിന്തേ.
ശിവമന്ത്രജപേന, ശിവമന്ത്രജപം കൊണ്ട്. അപ്പം വിരഹിണി സദാ പതിയെ സ്മരിക്കുന്ന പോലെ ഭഗവത്പാദ ഭക്തിയുള്ളതായ എൻ്റെ ബുദ്ധി സദാ ശിവമന്ത്രം ജപിക്കുകയാണ്, ശിവമന്ത്രം വിചാരം ചെയ്യുകയാണ്. ശിവമന്ത്രജപേന സദ്ഭാവന സ്മരണദർശന കീർത്തനാദി. സദ്ഭാവന, സത്തായ ശ്രേഷ്ഠമായ ഭാവന, അഥവാ സത്സ്വരൂപൻ്റെ ഭാവന. ഭാവന വിചാരമാണ്. അപ്പം നിരന്തരമായ സദ്വിചാരം, നിരന്തരമായ സ്മരണ, ഭഗവത് സ്മരണ. ആ സ്മരണയിലൂടെ ദർശനം, ഭഗവത് ദർശനം, ആ ദർശനത്തിൻ്റെ ആനന്ദത്തിലുള്ള കീർത്തനം തുടങ്ങിയവ, ഇതിനെയെല്ലാം നേടുന്നു. അപ്പോൾ ശിവമന്ത്രജപേന, ശിവമന്ത്രജപം കൊണ്ട് സദ്ഭാവനയെയും ഭഗവത് സ്മരണത്തെയും ഭഗവത് ദർശനത്തെയും ആ ദർശനാനന്ദത്തിലുള്ള കീർത്തനത്തെയും എല്ലാം നേടുകയാണ്. ഇവിടെ വിന്തേ എന്നുള്ളതിന് വിചാരം ചെയ്യുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ശിവമന്ത്രേന വിന്തേ, ശിവമന്ത്രം കൊണ്ട് വിചാരം ചെയ്യുന്നു, ഈ പറഞ്ഞ സാധനാക്രമങ്ങളെ കൊണ്ട് വിചാരം ചെയ്യുന്നു എന്ന്. അല്പമൊന്ന് മാറി വിധധാതുവിൻ്റെ അന്യാർത്ഥം കൂടി എടുത്താൽ ലഭിക്കുന്നു എന്നും പറയാം. അപ്പോൾ ഈ സദ്ഭാവനയെയും സ്മരണത്തെയും ദർശന കീർത്തനാദിയെയും ഒക്കെ ലഭിക്കുന്നു. അഥവാ സദ്ഭാവന സ്മരണ ദർശന കീർത്തനാദിയെ ശിവമന്ത്രത്തിലൂടെ വിചാരം ചെയ്യുന്നു, അങ്ങനെ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ളതായൊരു സ്ഥിരീഭൂതമായ അവസ്ഥയെ സദ്ഭാവന, സ്മരണം, ദർശനം, കീർത്തനം തുടങ്ങിയവയെ ശിവമന്ത്രത്തിലൂടെ വിചാരം ചെയ്യുന്നു. താല്പര്യം നേടാൻ ചിന്തിക്കുന്നു, നേടാൻ വിചാരം ചെയ്യുന്നു. എപ്രകാരം വിരഹിണിയായ വധു തൻ്റെ പതിയെ നേടാൻ സദാ സ്മരണത്തെയും വിചാരത്തെയും ചെയ്യുന്നത് പോലെ എൻ്റെ ബുദ്ധി സദാ ഭഗവത് സാന്നിധ്യത്തെ, ആ ഭഗവത് സാന്നിധ്യത്തെ ഇവിടെ പിരിച്ചു പറഞ്ഞിരിക്കുകയാണ്. സദ്ഭാവന, സ്മരണം, ദർശനം, കീർത്തനം തുടങ്ങിയവയെ നേടുന്നതിന് വേണ്ടി ഏതാ സാധനാമാർഗം? മന്ത്രജപേന, ശിവമന്ത്രജപം കൊണ്ട് വിചാരം ചെയ്യുന്നു. ഇവയെ നേടാനുള്ള വിചാരത്തെ എൻ്റെ ബുദ്ധി ചെയ്യുന്നു. ഇപ്പം ബുദ്ധി സമ്മോഹിതയാണ്, വിരഹിണിയായ വധുവെ പോലെ. എന്നാൽ ഈ ശിവമന്ത്രജപം കൊണ്ട് ശിവസാന്നിധ്യത്തെ നേടുന്നു. ഇതാണ് അവിടെ ഭക്തൻ പറയുന്നത്. സാധകരായ നമുക്ക് ശിവമന്ത്രജപം കൊണ്ട് ഈ സാന്നിധ്യം നേടാൻ സാധിക്കട്ടെ എന്ന് സങ്കല്പിക്കാം. തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഇനി ദീപാരാധനയ്ക്കായി ക്ഷേത്രസന്നിധിയിലേക്ക് പോകാം. അവിടുത്തെ ഐതിഹ്യങ്ങളും പ്രതിഷ്ഠാവിശേഷങ്ങളും കൂടി അറിഞ്ഞ് ആരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ അരശുമൂട് ഊരൂട്ടുപറമ്പ് ഉലകുട പെരുമാൾ ക്ഷേത്രം. ബിംബപ്രതിഷ്ഠയില്ലാത്ത ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് വിശ്വാസം.
സാധാരണ ക്ഷേത്ര സങ്കല്പത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഉലകുടെ പെരുമാൾ ക്ഷേത്രം. ക്ഷേത്രത്തിന് 4 ചുവരുകളില്ല, താഴികക്കുടവുമില്ല, എടുത്തു പറയാൻ ഗർഭഗൃഹവുമില്ല. 1000 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ശില മാത്രമുള്ള പീഠസങ്കല്പമാണ് അരശമൂട് ഊരൂട്ടുപറമ്പിലെ ഉലകുടെ പെരുമാൾ തമ്പുരാൻ ക്ഷേത്രത്തിൽ. ബിംബപ്രതിഷ്ഠയില്ലെങ്കിലും ഉപദേവന്മാരായി ഗണപതി, നാഗരാജാവ്, നാഗയക്ഷി എന്നിവരും ക്ഷേത്ര സമീപത്തായി യോഗീശ്വരനെയും ആരാധിച്ചു പോരുന്നു. എട്ടുവീട്ടിൽ പിള്ളമാരുടെ കാലത്തിനു മുമ്പും ഈ ക്ഷേത്രം പ്രസിദ്ധമായിരുന്നുവെന്ന് കോടങ്കി ശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. ആട്ടറ സൂട്ടറ വയലങ്കേ, ആമയിഴഞ്ചൻ തോടങ്കേ, ഊരൂട്ടുപറമ്പ് എങ്കേ, കൊള്ളുമുറി കുളമെങ്കേ എന്ന വരികളിൽ ആട്ടറ സൂട്ടറ വയൽ കഴക്കൂട്ടം പിള്ളയുടെയും ആമയിഴഞ്ചാൻ തോട് ചെമ്പഴന്തി പിള്ളയുടെയും ഊരൂട്ടുപറമ്പ് കുളത്തൂർ പിള്ളയുടെയും വാസസ്ഥലങ്ങൾക്കടുത്തുള്ള പ്രദേശങ്ങളാണെന്നാണ് വിശ്വാസം. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് 8 വീട്ടിൽ പിള്ളമാരെ നശിപ്പിക്കും എന്ന അവസ്ഥയിൽ അവർ തങ്ങളുടെ സമ്പാദ്യങ്ങൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൽ നിന്നും ഈ കാലയളവുകളിൽ ക്ഷേത്രവും ക്ഷേത്രക്കുളവും ഉണ്ടായിരുന്നുവെന്ന ചരിത്രം മനസ്സിലാക്കാം. കൊല്ലവർഷം 500-ാം ആണ്ടിൽ ഉത്രം നക്ഷത്രത്തിൽ മധുരയിൽ വൈഗാനദിയുടെ തീരത്തുള്ള വൈഗക്കര രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു ഉലകുടെ പെരുമാൾ. ആദിത്യ ഭഗവാന്റെ നാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അതിശക്തനായ മധുര രാജാവിനെ തോൽപ്പിക്കാൻ ദേവിയെ തപസ് ചെയ്ത് അദ്ദേഹം ആയുധം നേടിയെന്നാണ് സങ്കല്പം. 33-ാം വയസ്സിൽ ജന്മസാഫല്യത്തോടെ കൈലാസത്തിലെത്തി ശിവപാദം പ്രാപിച്ച ഉലകുടെ പെരുമാൾ തമ്പുരാൻ ജനനവും മരണവുമില്ലാതെയും ഭൂമിയിൽ ദേവനായി നിഗ്രഹാനുഗ്രഹങ്ങൾ ചൊരിയാനും ഉള്ള വരം പരമശിവനിൽ നിന്ന് വാങ്ങി. അതിനുശേഷം ഭൂമിയിൽ വന്ന് ആസുരിക ശക്തികൾക്കെതിരെ പോരാടി എന്നാണ് കഥ. തമ്പുരാൻ പഴയ തെക്കൻ തിരുവിതാംകൂറിലെ വിവിധ സ്ഥലങ്ങളിൽ എത്തിയിരുന്നതായും ഐതിഹ്യമുണ്ട്. മധുരയിൽ നിന്ന് തുടങ്ങിയ തമ്പുരാന്റെ യാത്ര ഇന്നത്തെ കന്യാകുമാരി, തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ വഴി കല്ലമ്പലം, മുള്ളറംകോട് തമ്പുരാൻ ക്ഷേത്രം വരെയാണെന്ന് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു. ഈ യാത്രക്കിടയിലാണ് തമ്പുരാൻ അരശമൂട് ഊരൂട്ടുപറമ്പിൽ എത്തിയതെന്നാണ് പഴമക്കാർ പറയുന്നത്. കന്യാകുമാരി ജില്ലയിൽ 11 തമ്പുരാൻ ക്ഷേത്രങ്ങളും തിരുവനന്തപുരം താലൂക്കിൽ 11ഉം നെയ്യാറ്റിൻകര, നെടുമങ്ങാട് താലൂക്കുകളിൽ 8ഉം ചിറയൻകീഴ് താലൂക്കിൽ 7 തമ്പുരാൻ ക്ഷേത്രങ്ങളും ഉണ്ടെന്നാണ് പല ആധികാരിക ഗ്രന്ഥങ്ങളിലും പറയുന്നത്.
ഇതിലൊന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ അരശുമൂട് ഉരൂട്ടുപറമ്പ് ഉലകുടെ പെരുമാൾ തമ്പുരാൻ ക്ഷേത്രം. മുൻകാലങ്ങളിൽ 12 വർഷത്തിലൊരിക്കലായിരുന്നു ഉലകുടെ പെരുമാൾ ക്ഷേത്രത്തിലെ ഊരൂട്ടുത്സവം. ഇന്നിപ്പോൾ 6 വർഷം കൂടുമ്പോൾ ഊരൂട്ടുത്സവം നടത്തുന്നു. ഊരൂട്ടുത്സവത്തിന് മാത്രമാണ് ഇവിടെ താൽക്കാലിക ക്ഷേത്ര ഗോപുരം പണിയുന്നത്. ദിവസം ഉത്സവത്തിന്റെ ഭാഗമായി പ്രത്യേക ചടങ്ങുകൾ നടക്കും. പാട്ടാശാന്റെ വീട്ടിൽ ചെന്ന് കണ്ട് വസ്ത്രവും ദക്ഷിണയും നൽകി ക്ഷണിക്കുന്നതോടെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. ഇതിനും 6 മാസം മുൻപേ താൽക്കാലിക ശ്രീകോവിൽ പണിയുന്നതിനാവശ്യമായ മുക്കംപാല മരത്തിനു വേണ്ടി അന്വേഷണം നടത്തി അത് കണ്ടെത്തും. വ്രതശുദ്ധിയോടെ പോയി പാലമരം മുറിച്ചു കൊണ്ടുവരുന്നതിലും ക്ഷേത്രവിശ്വാസികൾ ഒരുമിച്ച് കൂടാറുണ്ട്. 10ാം ദിനം തമ്പുരാൻ കൈലാസത്തിൽ പോയി വരം വാങ്ങി ദേവനായി മടങ്ങി വരുന്നത് പാടി പാട്ടാശാൻ അവസാനിപ്പിക്കുന്നതോടെ ഉത്സവം സമാപിക്കും. വ്യത്യസ്തമായ ഈ ക്ഷേത്രം ആത്മീയവും ഭൗതികവുമായ ഉന്നതി നൽകുന്നു എന്നാണ് ഭക്തരുടെ അനുഭവം.